आओ 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 Brito, Brito, എന്ത് എടുത്തോ എന്ത് my എടുത്തോ? business partner. ജി ജി Shil, one core, one core. ഷെയർ ഷെയർ ഇതുകൊണ്ടും കാശായിരിക്കും അല്ലേ? 1 കോടി രൂപ അതായിരിക്കും. ഓക്കെ 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 ആ ഓക്കെ. ആവോ ആവോ ചലോ ചലോ സാറേ ഇനി വന്നേ. സാറെന്തിനാ അറബിയെ കണ്ടപ്പോ വലിഞ്ഞേ? ദുബായിലുള്ള എൻ്റെ ബിസിനസ് പാർട്ണറാ അൽ ഉസ്മാന. ആ അയാൾക്ക് 1 കോടി രൂപ കൊടുക്കാനുണ്ട്. ഓ നമ്മുടെ ടെലികാസ്റ്റ് ആകാതെ എങ്ങനെ കൊടുക്കും? ഓ ശരിയാ. എങ്കിൽ നീ വന്നേ. ഓക്കെ. ഇനി നമുക്ക് അഷ്ടവടിവ് നോക്കാം. അതിലെ സിംഹവടിവ് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ചെയ്യുക. ഇത് സിംഹവടിവ്. ഇനി ഒന്ന് ചെയ്തേ. ബ്രിട്ടോ കയറ്റി വെച്ചിട്ട് ഇതാ ഇങ്ങനെ. ഓ ബൈ എന്താ ഇത് നിങ്ങളുടെ ആളല്ല. അല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ഓ നഹി എന്തെന്ന് പറയാ ഇങ്ങനെ നോക്ക്. ജോഡോ ഭായ് അങ്ങോട്ട് നോക്കാതെ ഇവിടെ ഇരട്ട അവര് no. One core on a shell. അത് shell one core. ഇങ്ങനെ വെച്ച് നൈൻ നൈൻ വേറെ. വേറെ വേറെ താഴ്ന്ന് എടി നീ അറിഞ്ഞോ സാറൊരു ഹിന്ദി സീരിയൽ എടുക്കാൻ പോവാ. ആ ഞാനങ്ങ് പറഞ്ഞില്ല. ആ എന്നാൽ എടുക്കും. നായിക ആരാന്നറിയാമോ? ആ ആരാ? ആ എടുക്കും. ഞങ്ങള് കേട്ടത് ശരിയാണോ? ആ ഏറെക്കുറെയൊക്കെ ശരിയാ. കോളടിച്ചല്ല. കൊള്ളാം. ജയകുമാരി, മോളെ കൊള്ളാമല്ലോ. കൊച്ചുമോളായിരിക്കും അല്ലേ? അതെ. ഇതെന്റെ ഭാര്യ ശീലാമ്മ. നമസ്കാരം. ഹലോ നമസ്കാരം. ഇത് റൈറ്റർ കൺമണി. നമസ്കാരം. എന്നാ മോള് പോയി കളിച്ചോളൂ. ഇതിൽ എൻ്റെ റോളെന്താ? നായിക പുതുപ്പണം കന്യയുടെ അമ്മ, പൊന്നിയമ്മ. വർക്ക് കഴിഞ്ഞ് ഇന്ന് തന്നെ അങ്ങ് പോണം. ബാംഗ്ലൂരിൽ എത്ര നാൾ കാണും? 4 ദിവസം. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് അന്ന് തന്നെ തിരിച്ചു വരും. എന്നാ പിന്നെ ലൊക്കേഷൻ ഇപ്പം റെഡി ആയിക്കോളൂ. ഓക്കെ. എനിക്കിത് കൊട്ടാരം തോഴിയുടെ വേഷമാ. എന്നാൽ ഇനി നമ്മൾ ഒരുമിച്ച് കുറച്ച് സീനുകളിൽ കാണും. തീർച്ചയായിട്ടും. മോളൊക്കെ ബാംഗ്ലൂരിൽ തന്നെയാണോ? മരുമോന് ഹോട്ടൽ ബിസിനസ്സാ. ഓ അതെ അല്ലേ. സാർ ഇവിടെ ലവ് സീൻ ഒന്ന് വിശദീകരിച്ചേ. അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ബേപ്പൂർ ഗുരുക്കളുടെ ക്രൗര്യമല്ല, കാമദേവന്റെ ലാസ്യഭാവം വരണം മുഖത്ത്. കേട്ടോ, മനസ്സിലായോ? പോരാ തീരെ പറ്റുന്നില്ല. ഡേടേ, ഞാൻ നോക്കിക്കളാം കേട്ടല്ലോ. പ്രിയേ, നിന്റെ കാർഗുന്തൽ ചുരുളുകളാണ് എന്നെ ഹടാ ഹഠാത് ആകർഷിച്ചത്. ये हड़ा हड़ा क्या है? ശബ്ദധാരാവലി എടുത്തില്ലല്ലോ സാറേ. ബേസിക്കലി ഞാനൊരു ചുങ്കപ്പാറക്കാരനാണെങ്കിലും വർഷങ്ങളായിട്ട് ഡൽഹി സെറ്റിൽഡ് ആണല്ലോ. ഇതെന്തോ സെറ്റപ്പടേ വിട്ടുപിടിയടേ. എന്തോ നാടെ തുണിയൊക്കെ പൊക്കുന്നേ. 500 ചേഞ്ച് ഉണ്ടാവും. അറിവിരിക്കുന്നുണ്ടോ? വെട്ടി നിറയെ കാശാ. അങ്ങോട്ട് പോയി ചോദിര്. ആ പോട്ടെ. ഇതിന് ചേഞ്ച് ഉണ്ടാവും. ആ, 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 ആ. ഇത് എന്നെ ഇടപാടാ. ചില്ലറ ചോദിച്ചപ്പോ കാശും മേടിച്ച് എന്റെ ഫോട്ടോ എടുത്തു. എങ്കിലേ രാജു, നിന്റെ സ്റ്റിൽ എപ്പോഴേ അറിവിടെ വാട്സപ്പിൽ കയറി. എങ്കിൽ സൂക്ഷിക്കണം. ഗൃഹപ്പഴക്കാരെങ്കിലും അയാളെ തട്ടിക്കളഞ്ഞാലേ ആദ്യം അകത്ത് പോകുന്നത് നീ ആയിരിക്കും. സാറേ ഫോൺ. ഹലോ, നിങ്ങൾ എന്തോ പണിയായി കാണിച്ചേ? സാറോട് ദേഷ്യപ്പെട്ടിരിക്കുക. സാറേ നടി.
എന്തോ പറഞ്ഞേ? ആ ആ ആ ആ ശരി ശരി. അവൾ എന്തുവാടാ പറഞ്ഞേ? അതേ, നടിയും കളരിക്കാരനുവേ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുവാണെന്ന്. അവിടെ അമ്മയുടെ ഒരു ദിവസം ഷൂട്ട് മുടക്കേണ്ടി വേണമായിരുന്നോടാ ഇത്? സീരിയൽ ആർട്ടിസ്റ്റ് സംഘടനയുടെ പൊതുയോഗമായിരുന്നു. അതുകൊണ്ട് വർക്കൊന്നുമില്ലായിരുന്നു. അറിഞ്ഞിരുന്നില്ലേ? എങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞിട്ട് അവക്ക് അർമാദിക്കാൻ പോയാ പോരായിരുന്നോ? സാറേ, സോഫിയ നടി ഇവിടെയും കാണാനില്ല. ആ, അവിടെ എവിടെയെങ്കിലും കാണൂടും. പോയി നോക്ക്. ആ കളരിഅഭ്യാസി മിസ്സിംഗ് ആണെന്ന്. അവൾ എന്ത് ചെയ്യണം? ജോലി സംക്രാന്തി ഇന്നത്തെ കേരളക്കല്ലേ അവൾ വരാമെന്ന് അവള് പറഞ്ഞു. നമുക്കിട്ട് പണി തന്നു സാറേ. വളച്ചൊടിക്കാതെ കാര്യം പറയടാ. ഒരു 5 മിനിറ്റ് മുമ്പ് വന്ന മെസ്സേജാ, ഒന്ന് നോക്കിയേ. കല്യാണം ഫിക്സായി. അതുകൊണ്ട് അവൾ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി. ഓഹോ. ഇനി ഒരു നടിയെ തപ്പി നമ്മൾ എവിടെ പോകും? എന്ത് വട്ടാ സാറേ ഈ കാണിക്കുന്നത്? चुप रहा बदमाश। 50,000 पूछ के कभी मत आना इधर। ഡാ പടക്ക, നീ എന്താണ് ആലോചിക്കുന്നേ? ഞാൻ മറ്റേ അവളുടെ കാര്യത്തെ പറ്റിയാ ചിന്തിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉടനെ തിരിച്ചു പോണം. പ്രായമൊക്കെ ആയി വരികയല്ലേ. ആ നടിയുടെ കാര്യമല്ലേ? ആ, അത് തന്നെ. ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കണം. ഓഹോ. ക്ഷമിക്കണം സർ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം. സാറേ, ആ കഴിയാൻ അങ്ങ് വെറുതെ വിട്ടേര്. എനിക്ക് അവരുടെ കാര്യത്തൊന്നും പറയാം. എന്തുവാടാ? അടുത്ത മാസം എൻ്റെ പെങ്കൊച്ചിൻ്റെ കല്യാണം. അതിന് ഞാൻ കെട്ടിച്ചു വിടണോ? സാറേ, ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ വണ്ടിയൊന്ന് സാറ് മേടിക്കുമായിരുന്നെങ്കിൽ. കഴുകന്റെ കടവും വീട്ടാം, നിന്റെ മോളെ കെട്ടിക്കുകയും ചെയ്യാം. എടാ മണ്ടൻ കൊണേശ, 50,000 രൂപ കടം വീട്ടിയിട്ട് ബാക്കി പൈസ കൊണ്ട് മോളെ എങ്ങനെ കെട്ടിച്ചു വിടും? ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തിനും നമ്മുടെ ഷെഡ്യൂളും തീരട്ടെ. എന്തായാലും നമ്മുടെ വെട്ടം അകത്താണ്. എന്തൊക്കെയായിരുന്നു മാനം നോക്കി. എന്നാലും ഈ മുതുപ്രായത്തിൽ അതിയാൻ്റെ ഒരു പ്രേമം. എന്നാലും ആ അറബിയെ വെടിവെച്ച് മറുതപ്രാണനാക്കി കളഞ്ഞില്ലേ? മർദ്ദപ്രാണനല്ല എന്റെ കഴുക, മൃതപ്രാണൻ. ആ കുറ്റത്തിനല്ല അയാൾ ഇപ്പം ജയിലിൽ കിടക്കുന്നത്. നമ്മുടെ പ്രൊഡ്യൂസർക്ക് ജാമ്യം കിട്ടുവോ? അറിവ് വടിയായില്ലെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ശിഷ്ടകാലം ഗോതമ്പുണ്ടേയും ജയിൽവാസം. ആരും ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മുടെ പൈലറ്റ് ഷൂട്ട് നിശ്ചയിച്ച തീയതി തന്നെ നടക്കും. അതിന് നിന്റെ അച്ഛൻ കോടീശ്വരനാണ്. ബ്രിട്ടോ സാർ ഉടനെ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് കേട്ടല്ലോ. അതെങ്ങനെ നടക്കും? എന്ന് വെച്ചാ ദേ നിങ്ങളുടെ ഈ കൊണശീലം മോനുണ്ടല്ലോ, ഇവൻ ദില്ലിവാലയുടെ 1.5 കോടി രൂപ കൈപ്പറ്റിയെന്ന്. അതെന്തിന്? അതെ, ആ അറബിയെ പ്രൊഡ്യൂസറോട് തട്ടാൻ ശ്രമിച്ച കേസില്ലേ, അത് ഇവനങ്ങ് ഏറ്റെടുത്തെന്ന്.